നമുക്ക് പൊതുനിരത്തുകൾ സുരക്ഷിതമല്ല എന്നുള്ളതാണ് നാം ഈ കുറെ മാസങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ട് റോഡ് അപകടങ്ങൾ പെരുകുന്നുണ്ട്. അതിനകത്ത് ഇപ്പൊ KSRTC പുനലൂർ ഡിപ്പോയുടെ മുന്നിലുള്ള പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബസ്സുകൾ, പ്രത്യേകിച്ചും KSRTC ബസ്സുകൾ ഒരു എമർജൻസി നേച്ചർ ഉള്ളതാണ്. ഇപ്പോൾ ഞാൻ ബോംബെ പഠിച്ചു വളർന്ന ആളാണ്. ബോംബെയിൽ അവിടുത്തെ ബസ്സിന്റെ പേര് BEST എന്ന്, BEST. അപ്പൊ ബസ് ഡിപ്പോയുടെ മുന്നിൽ എഴുതും ബസ്സസ് എമർജിങ് എന്ന് വെച്ചാൽ ബസ് ഡിപ്പോയിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും ഒരു എമർജിങ് നേച്ചറിലാണ്. അപ്പൊ കാൽനടക്കാരെ ശ്രദ്ധിക്കേണ്ടത്, ഈ ബസ്സിന് ഒരുപാട് ബ്ലൈൻഡ് സോൺ ഉണ്ട്. ഡ്രൈവർക്ക് വ്യക്തമായിട്ടൊരു കാൽനടക്കാരിയെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ബ്ലൈൻഡ് സോൺസ് ഉണ്ട്. അപ്പോൾ ബസ് ഡിപ്പോയിലേക്ക് ഇറങ്ങുന്നതും കയറുന്നതും ചെയ്യുന്നത് ചില ഡിപ്പോയിലൊക്കെ തന്നെ എൻട്രിയും എക്സിറ്റും സെപ്പറേറ്റ് ആണ്. ചില ഡിപ്പോകളിൽ ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും. അപ്പൊ ബസ് വന്ന് എമർജി ചെയ്യുന്ന സമയത്ത് കാൽനടക്കാരൊന്ന് നിൽക്കണം. നിന്ന് ആ ബസ് പോയതിനു ശേഷം മാത്രമാണ് നമ്മൾ കാൽനട മുന്നോട്ട് പോകേണ്ടത്. പല ഡിപ്പോകളിലും കയറ്റോ ഇറക്കോ ഒക്കെ ഉള്ളിടത്തുണ്ടാവും. അപ്പൊ ഡ്രൈവറുടെ വിഷൻ എന്ന് വെച്ചാൽ ഡ്രൈവർ ഇപ്പോൾ ഒരു ഡിപ്പോയിലേക്ക് കയറ്റുകയോ ഇറക്കുകയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 2 കണ്ണല്ലേ ഉള്ളൂ. ആ 2 കണ്ണ് ഉപയോഗിച്ച് അദ്ദേഹം എവിടെയൊക്കെ നോക്കും. അപ്പൊ ആ അദ്ദേഹത്തിന്റെ ദൃഷ്ടിപ്പെടാത്ത ഒന്നാണ് ഈ കാൽനടക്കാര്. ഇപ്പൊ നിങ്ങളൊരു ബസിന്റെ സീറ്റിൽ ഇരുന്നാൽ നിങ്ങൾക്കറിയാം, ഒരു 80% പ്രോപ്പർ വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റും. 20%ഉം ബ്ലൈൻഡ് സോൺ ആണ്. ദയവ് ചെയ്ത് ബസ് സ്റ്റോപ്പിലേക്കോ ഡിപ്പോയിലേക്കോ ഇറക്കുന്ന സ്ഥലത്ത്, ഒരു പെട്രോൾ പമ്പിലേക്ക് ഇറക്കുകയും ചെയ്യുന്ന സമയമെല്ലാം അപകട മേഖലയായിട്ട് നാം കരുതണം. 2 വീലർ ഓടിക്കുന്നവരായാലും കാൽനടക്കാരായാലും ഒന്ന് നിന്നു കൊടുക്കുക. കാര്യം ജീവൻ നമ്മുടെയാണ്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഉത്തരവാദിത്തമാണ് നാം ഈ എവിടെയാണ് നിൽക്കുന്നത്. മുമ്പ് പറഞ്ഞ മാതിരി തന്നെ റോഡ് പൊതുവെ അപകട മേഖലയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാത്തിടത്തോളം കാലം അപകടങ്ങൾ ഇങ്ങനെ കുത്തനെ കൂടിക്കൊണ്ടിരിക്കും. അതിന് ആരെയും ഇത് പറഞ്ഞിട്ട് പഴി ചാരിയിട്ട് കഥയില്ല. ആ ഡ്രൈവറുടേതായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ തന്നെ പുതിയ നിർമ്മിത വാഹനങ്ങൾ, ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഒരു മഹീന്ദ്രയുടെ XUV 300 എന്ന് പറഞ്ഞ വാഹനമാണ്. അതിന് 80% വിഷ്വൽസ് ഉണ്ടെങ്കിൽ 20%ഉം ബ്ലൈൻഡ് സോൺ ആണ്. കാര്യം ഇതിന്റെ ഡോർ മിറർ ബോത്ത് സൈഡ്സിലും ഉണ്ട്. അവിടുന്ന് ആരെങ്കിലും വന്നാൽ നമുക്ക് കാണില്ല ടേൺ എടുക്കുമ്പോഴൊക്കെ. അങ്ങനെ വാഹന നിർമ്മാണത്തിലെ ബോഡി ബിൽഡിങ്ങിലെ പിശകുണ്ട്. പിന്നെ ഡ്രൈവറുടെ ഇപ്പോ നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഒരു ജംഗ്ഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരേപോലെയുള്ള ജംഗ്ഷൻസ് അല്ല. 1000 ജംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് 1000 തരമാണ്. ഒരു ഡ്രൈവറുടെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ യാത്രക്കാരോട്, കാൽനടക്കാരോട് പ്രത്യേകമായി പറയാനുള്ളത്, KSRTC ബസ് സ്റ്റാൻഡല്ല, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡായാലും ഏത് ജംഗ്ഷൻ വന്നാലും അവരൊന്ന് നിൽക്കുക, ഇരുവശവും നോക്കുക, ഒന്ന് ക്ഷമിച്ച് റോഡ് മുറിച്ച് കടക്കുക എന്നൊരു അപേക്ഷയാണ് എനിക്ക് വയ്ക്കാനുള്ളത്. സാറ്, ഈ പറയുന്ന പോലെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നും വരേണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നൊരു വാർത്ത ഞാൻ പങ്കുവെക്കുകയാണ്. ഉത്തർപ്രദേശിൽ 50% റോഡ് അപകടങ്ങൾ കുറയ്ക്കാനായി അവരൊരു പദ്ധതി ആവിഷ്കരിക്കുകയാണ്. സർക്കാർ ആവിഷ്കരിക്കാൻ പോവുകയാണ്. അതായത് വിഷൻ 2030 റോഡ് മാപ്പ് എന്ന ഒരു വിഷനിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് അപകടങ്ങൾ വർദ്ധിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ ഏകദേശം കണക്കുകൾ നോക്കിയാൽ 1,72,000 അപകടങ്ങളും മരണങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വർഷത്തിൽ മാത്രം. അങ്ങനെ നമുക്ക് ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് പലപ്പോഴും വരുന്നത്. ആ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കുറെ കൂടെ ക്ലാരിറ്റി ആയിട്ട് അത് പരിശോധിച്ചാൽ നമ്മൾക്ക് വലിയൊരു ഞെട്ടൽ തന്നെ ഉണ്ടാക്കുന്ന കണക്കുകളാണ്. അപ്പോൾ തീർച്ചയായും ഇത്തരം ഒരു പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതും കൂടി അനിവാര്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും ഇതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിനുണ്ട്, സ്റ്റേറ്റിലെ ഗതാഗത വകുപ്പിനുണ്ട്, മോട്ടോർ വാഹന വകുപ്പിന് ഉണ്ട്. കാരണം റോഡ് സുരക്ഷ കേരളത്തിൽ മോട്ടോർ വാഹന വകുപ്പിനും കേന്ദ്രത്തിൽ ഉപരിതല ഗതാഗത വകുപ്പിനുമാണ്. ഞാൻ ഉപരിതല ഗതാഗത വകുപ്പിന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്. കാരണം 2022 റോഡ് സുരക്ഷയ്ക്ക് ഒരു നാഷണൽ റോഡ് സേഫ്റ്റി മിഷൻ മൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അതിന്റെ പ്രപ്പോസൽസ് ഒക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ അതിനു മുന്നോടിയായിട്ട് റോഡ് സേഫ്റ്റി ബോർഡ്, നാഷണൽ റോഡ് സേഫ്റ്റി ബോർഡ് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അറിയാം, 2002 ഇംപ്ലിമെന്റ് ചെയ്തു.
പക്ഷെ അതിന് ഇതുവരെ ചെയർപേഴ്സണെ നിയമിച്ചിട്ടില്ല, മെമ്പേഴ്സിനെ നിയമിച്ചിട്ടില്ല. കാര്യം രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള എക്സ്പെർട്സിനെ അതിനകത്ത് മെമ്പേഴ്സ് ആക്കി വെച്ചാൽ മാത്രമേ ദേശീയ തലത്തിൽ നമുക്കൊരു മിഷനും പ്ലാനും ആക്ടിവിറ്റീസും പ്ലാൻ ഓഫ് ആക്ഷൻസ് ഒക്കെ ഡിസൈൻ ചെയ്ത് ദേശീയ തലത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ബഹുമാനപ്പെട്ട ഉപരിതല ഗതാഗത മന്ത്രി തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്നിട്ട് താങ്കൾ പറഞ്ഞ പോലെ 50% അപകടം കുറയ്ക്കും എന്നൊക്കെ ഒരു വാഗ്ദാനം കൊടുത്തു. പക്ഷെ അവിടെ ചോദിച്ചു, നിങ്ങളുടെ രാജ്യത്താണല്ലോ ഏറ്റവും കൂടുതൽ അപകടം ഉള്ളത്, നമ്മുടെ യുവാക്കളാണ് അപകടത്തിൽ മരിച്ചു വീഴുന്നത്. കൂടാതെ നമ്മുടെ സാമ്പത്തികം എന്ന് പറയുന്ന നമ്മുടെ GDP-യുടെ 7% നമ്മൾ റോഡ് അപകടങ്ങൾ മൂലം ചെലവാക്കുകയാണ്. അത് വാഹനം നന്നാക്കാനും തേർഡ് പാർട്ടി ഇൻഷുറൻസിന്റെ വിഷയങ്ങള് മറ്റേ അപകടം പറ്റിയവരെ ട്രീറ്റ് ചെയ്യാനും ഇൻഷുറൻസ് കോമ്പൻസേഷൻ കൊടുക്കാനൊക്കെ ആയിട്ട്. പക്ഷെ ഞാൻ ഉപേന്ദ്രൻ നാരായണൻ എന്ന് പറഞ്ഞു, ഞാൻ ഒരു ജില്ല പൈലറ്റ് പ്രോജക്റ്റ് ഇട്ട് 30% അപകടങ്ങൾ കുറച്ചത് റെക്കോർഡ് നിങ്ങൾ എന്റെ വെബ്സൈറ്റ് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പൊ ഈ 30% അപകടം എനിക്ക് ദേശീയ തലത്തിൽ കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഡൽഹിയിലൊക്കെ നടക്കുന്നത്. ഒരിടത്തുനിന്ന് ഒരു പോസിറ്റീവ് റിപ്ലൈ കിട്ടാത്ത ഒരു വിഷമമാണ് എനിക്കുള്ളത്. നമ്മുടെ സ്റ്റേറ്റിൽ ഞാൻ 1996 തൊട്ട് റോഡ് സേഫ്റ്റി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ധാരാളം പ്രവർത്തികൾ ഏറ്റവും ഫലവത്തായത് റോഡ് സേഫ്റ്റി സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ഒരു പ്രക്രിയ ഞാൻ ഏറ്റെടുത്തു. ഞാൻ അത് 25 കൊല്ലമായിട്ട് നമ്മുടെ സർക്കാരിനെ, നേരത്തെ മുഖ്യമന്ത്രി അധ്യക്ഷനായ റോഡ് സേഫ്റ്റി കൗൺസിൽ ഉണ്ടായിരുന്നു, അവിടെ ഞാൻ പ്രപ്പോസൽ വെച്ചു, റോഡ് സേഫ്റ്റി സ്കൂളിൽ പഠിപ്പിക്കണം, എന്റെ ഈ സിലബസ് ഉണ്ട്, ഇന്ന് പിടിച്ചോ ചെയ്യാം. പക്ഷെ ഇത് സർക്കാരിനൊരു താല്പര്യമില്ലായ്മ ഉണ്ട്. വാഹന നിർമ്മാണത്തിലെ ഡിസൈൻ ഫെയിലുവേഴ്സ് ഉണ്ട്. സ്പീഡ്, വാഹനങ്ങളുടെ എഞ്ചിന്റെ കപ്പാസിറ്റി എല്ലാ ദിവസവും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ റോഡ് അതിന് താങ്ങാൻ പറ്റുന്ന സ്പീഡ് അല്ല. കാര്യം റോഡിന്റെ സ്പീഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് 100 കിലോമീറ്ററിന് മാത്രമാണ്. പക്ഷെ നമ്മുടെ ബൈക്ക്, സ്കൂട്ടറുകളൊക്കെ എത്ര 100, 120 അതിന് മേലെയൊക്കെ പോകും. അപ്പോൾ ഇത് ദേശീയ തലത്തിലൊരു വിഷയമാണെങ്കിലും ഇത് ആരും ഏറ്റെടുക്കുന്നില്ല. നമ്മുടെ MP-മാരിത് പാർലമെന്റിൽ ഉന്നയിക്കണം. നമ്മുടെ MLA-മാര് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഗതാഗത മന്ത്രിയോടും ആവശ്യപ്പെടണം. ഒരുപാട് കാര്യങ്ങൾ റോഡ് സുരക്ഷ ചെയ്യാനുണ്ട്. തൽക്കാലം അത് നടന്നു വരുന്നിടം വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാൽനടക്കാര് അവനവന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് റോഡിന്റെ ഇടതുവശം ചേർന്ന് എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സ്ഥലം കൊടുക്കുക. ജംഗ്ഷൻ ഇപ്പൊ KSRTC പുല്ലൂർ ഇപ്പൊ 2 അപകടങ്ങൾ അടുത്തടുത്തുണ്ടായി. അപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ബ്ലൈൻഡ് സോൺ, ബസിന്റെ മുമ്പിലൂടെ റോഡ് മുറിച്ച് കടക്കാതിരിക്കുക, അത് പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ. അപ്പൊ ഇങ്ങനെയുള്ള ജംഗ്ഷനിലൊക്കെ ഒന്ന് നിൽക്കുക, 1 മിനിറ്റ് ഒന്ന് നിൽക്കുക, നിന്ന് നോക്കി വാഹനങ്ങൾ ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തി പോവുക. ഇതുകൂടാതെ മറ്റൊരു അപകടം ഇന്ന് തൃശ്ശൂരുണ്ടായി. കുതിരാൻ എന്ന് പറഞ്ഞ കയറ്റത്ത് ഭാര്യയും ഭർത്താവും ബൈക്കേ പോയിരുന്നു. അവർ രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചിരുന്നു. പക്ഷേ ഹെൽമെറ്റിന്റെ ചിൻ സ്ട്രാപ്പ് ശരിക്കും ലോക്ക് ചെയ്യാത്തത് മൂലം അത് ഊരിത്തെറിച്ച് താഴെ വീണത് എടുക്കാൻ വേണ്ടി മുന്നോട്ട് വണ്ടി നിർത്തിയപ്പോഴേക്കും ഫോളോ ചെയ്തു വന്ന ലോറിയുടെ അടിയിൽപ്പെട്ട് അവർ രണ്ടുപേരും തൽക്ഷണം മരിച്ചു. അപ്പൊ ഇത് തെറ്റ് നമ്മുടെ തന്നെ അല്ലേ? വാഹനങ്ങൾ ഓടിക്കുന്നവരും കാൽനടക്കാരും ഒരു നിമിഷം ചെയ്യുക. നമുക്ക് സ്വന്തമായിട്ടൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഗവൺമെന്റ് ഇത് ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ അനാഥരാക്കാതിരിക്കണമെങ്കിൽ നാം സ്വയം ഒരു ബോധവൽക്കരണം ചെയ്യണം. നാം മനസ്സിലാക്കണം, റോഡ് ഇപ്പോൾ അപകട ഭീതിയിലാണ്, അപകട മേഖലയാണ്. ഇനിയിപ്പോ ഈ 4 വരി 6 വരി പാത വരുന്നതോടെ വാഹനങ്ങളുടെ വേഗത കണ്ടമാനം വർദ്ധിക്കും. അതനുസരിച്ച് വി ഹാവ് ടു പ്ലാൻ അവർ സെൽഫ്. ഒരു ജേർണി, കാൽനടയാണെങ്കിൽ ഫുട്പാത്തിലൂടെ നടക്കുക, വാക്ക് ഉണ്ടെങ്കിൽ അതിലേ നടക്കുക, സീബ്ര ക്രോസിംഗ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്ന രാത്രിയായാലും മഴയത്തും എല്ലാം കറുത്ത ഡ്രസ് ഇട്ടുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഡ്രൈവർമാർക്ക് കാണാൻ പറ്റില്ല. കാര്യം വാഹനത്തിനകത്തെ മിസ്റ്റ് അതൊക്കെ ചില്ല് മൂടിപ്പോവും. അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് നാം ബോധവാന്മാര് ആകേണ്ട ആവശ്യകതയാണ് താങ്കളുടെ ചാനൽ എടുത്തു കാണിക്കുന്നത്. എനിക്ക് അതിനോട് വലിയ നന്ദിയുണ്ട്. കാര്യം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് സർക്കാർ ഏറ്റെടുക്കണം. കാര്യം കേരളത്തിൽ 4000-ൽ പരം ആൾക്കാർ മരിക്കുന്നുണ്ട്. ഈ മരിക്കുന്നതെല്ലാം ചെറുപ്പക്കാരാണ്. നമ്മുടെ സ്റ്റേറ്റിന്റെയും രാജ്യത്തിന്റെയും ഭാവി മുരടിച്ചു പോകുന്ന ഒരു വിഷയമാണ് റോഡ് അപകടങ്ങൾ. ഇതിങ്ങനെ കൂടാൻ പാടില്ല. റോഡ് സുരക്ഷ സ്കൂളിൽ പഠിപ്പിക്കണം. പൗരന്റെ ഉത്തരവാദിത്വം, ഡ്രൈവറുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്
ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഹെൽമെറ്റ് ധരിക്കേണ്ടവർ ഹെൽമെറ്റ് തലയിൽ വെച്ചാൽ മാത്രം പോരാ, അതിന് സ്റ്റിൻ സ്ട്രാപ്പ് ഇടണം. കാറിനകത്ത് കയറിയ ഉടൻ തന്നെ സീറ്റ് ബെൽറ്റ് ഇടണം. കാര്യം സീറ്റ് ബെൽറ്റ് ഇട്ടാൽ മാത്രമേ നമ്മുടെ എയർ ബാഗ് ഉള്ള അതേ കൂട്ടർ ചേർക്കാനുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഹെൽമെറ്റ് ഉപയോഗിക്കണം, സീറ്റ് ബെൽറ്റിന്റെ കാര്യം ഒക്കെ പറയുമ്പോഴും ഇതിനൊക്കെ പിഴയിടാനും ഇതൊക്കെ ചെക്ക് ചെയ്യാനും ഒക്കെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു ഉത്സാഹം നമ്മൾ കാണുന്നതാണ്. അത് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുമ്പോഴും വാഹന അപകടങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പ് കാണിക്കുന്നത് ജീവൻ രക്ഷിക്കുന്ന കാര്യത്തിലും പോലും അവർ കുറച്ചും കൂടി ഒരു എഫിഷ്യന്റ് ആവേണ്ടതില്ലേ? ആ മോട്ടോർ വാഹന വകുപ്പ് മാത്രം തന്നെയല്ലേ ഇതിന് ഉത്തരവാദിയായി വരേണ്ടതപ്പോ? തീർച്ചയായിട്ടും. കാര്യം റോഡ് സുരക്ഷ ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ കയ്യിൽ മാത്രം പോരാ. അതാണ് ഇതിനകത്ത് കാതലായ പ്രശ്നം. മോട്ടോർ വാഹന വകുപ്പില് എന്താ ഞാൻ പറയുന്നത് വെച്ചാൽ അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം വളരെ കുറവാണ്. അവർക്ക് റോഡിലേക്ക് ഇറങ്ങാനുള്ള താല്പര്യക്കുറവോ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്ന ജോലിഭാരം കൂടുതലാണോ എന്താണെന്ന് എനിക്കറിയില്ല. എൻഫോഴ്സ്മെന്റ് RTOമാരുണ്ട്, അവരുടെ കീഴിൽ ഒരു എൻഫോഴ്സ്മെന്റ് ടീമുണ്ട്. അവരെ ഒന്നും നമ്മൾ റോഡിൽ കാണുന്നില്ല. പിന്നെ പദ്ധതികൾ അടിച്ചിറക്കാം. ഇപ്പൊ ബഹുമാനപ്പെട്ട ജോസ് തെറ്റേൽ മന്ത്രിയായിരുന്നപ്പോഴ് കേരള റോഡ് സേഫ് പ്രോജക്ട് എന്നൊക്കെ പറഞ്ഞ് പ്രോജക്റ്റ് അടിച്ചിറക്കി. അപ്പോൾ താങ്കളെ മാതിരിയുള്ള മാധ്യമങ്ങൾ വലിയ ആഘോഷത്തോടെ പബ്ലിസിറ്റി ചെയ്തു. അത്രമാത്രമേ അവർക്ക് വേണ്ടൂ. പക്ഷെ എനിക്ക് വേണ്ടത് ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ സ്റ്റേറ്റിലെങ്കിലും ഈ 30% അപകടങ്ങൾ കുറയ്ക്കാനായിട്ട് എനിക്ക് അനുവാദവും സഹായവും വേണം. ഞാൻ ഒറ്റയ്ക്ക് എന്റെ സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ചാണ് 96 മുതൽ ഞാൻ ആദ്യം ചെയ്ത് കേരളം മുഴുവൻ റോഡിൽ റിഫ്ലക്ടർ വെക്കുമായിരുന്നു. എന്റെ ഭാര്യ എന്റെ വീട്ടിലുണ്ടാക്കും. ഞാൻ കോവളം തൊട്ട് നമ്മുടെ കണ്ണൂർ വരെ റോഡിൽ റിഫ്ലക്ടർ വെച്ച് ആക്സിന്റെ ഗ്രാഫ് കുത്തനെ കുറഞ്ഞു. അപ്പോൾ വേൾഡ് ബാങ്കുകാർ വന്നു, അവർ ഈ പണി ഏറ്റെടുത്തു. പക്ഷെ അപകടം കൂടി. കാര്യം ഞാനൊരു റേസിംഗ് ഡ്രൈവറാണ്. ഒരു ഡ്രൈവർക്കാണ് മറ്റ് ഡ്രൈവർമാരുടെ പ്രശ്നങ്ങൾ അറിയാവുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഷോർട്ടായിട്ട്, ഇതിനകത്ത് എക്സ്പെർട്ടീസ് വേണ്ട ഒരു ഫീൽഡാണ് റോഡ് സേഫ്റ്റി. അത് ഇപ്പൊ MTech പാസ്സായ എഞ്ചിനീയേഴ്സ് ഒക്കെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇതെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റ് ആണ്. ആ വിദഗ്ധന്മാർ ഇപ്പൊ സംസ്ഥാനത്തിന്റെ റോഡ് സേഫ്റ്റി അതോറിറ്റിയിലെ എക്സ്പെർട്ട് മെമ്പറാണ് ഞാൻ. എന്നെ കൊണ്ട് ഇന്ന് വരെ ഒരു പ്രോജക്റ്റ് ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയോ റോഡ് സേഫ്റ്റി അതോറിറ്റിയോ പറഞ്ഞിട്ടില്ല. ഞാൻ അവരുടെ പറയുന്ന നടക്കുകയാണ്. റോഡ് സേഫ്റ്റി സ്കൂളിൽ പഠിപ്പിക്കുക, ദയവ് ചെയ്ത് പഠിപ്പിക്കുക, യുവാക്കളെ രക്ഷിക്കുക. അപ്പൊ ഞാൻ ഇത് താങ്കളുടെ മാധ്യമം ഇതിന് വളരെ താല്പര്യം എടുക്കുന്നതിനോട് നന്ദിയുണ്ട്. പക്ഷെ ഇങ്ങനെ പോരാ, നമുക്കിത് തടയാവുന്നതാണ്. ഞാൻ 30% കുറച്ചു എന്ന് പറയുന്ന ആ 30% കുറയ്ക്കുകയാണെങ്കിൽ കേരളത്തിലെ ഡെത്ത് റേറ്റ് 4000 നിന്ന് 3000 കുറയും. ഇപ്പോ ദേശീയ തലത്തില് 1,78,000 പേര് മരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഏകദേശം 50,000 പേരെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. 50,000 കുടുംബം രക്ഷിക്കും ഓരോ വർഷവും. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റമോ ഇമ്പോർട്ടൻസോ ഇവരാരും കാണുന്നില്ല. ഞാൻ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരന് ഇമെയിൽ അയച്ചു. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പല പ്രാവശ്യം സംസാരിക്കുകയും ഇമെയിൽ അയക്കുകയും ചെയ്തു. KV തോമസ് സാറിനെ നേരിട്ട് കണ്ട് ഹാർഡ് കോപ്പി അദ്ദേഹത്തിന്റെ കൊടുത്തു. ഒന്നും നടന്നിട്ടില്ല. ഒന്നും അവർക്ക് താല്പര്യമില്ല എന്നല്ലേ ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഐ വോണ്ട് ഗീവ് അപ്പ്, ഐ വിൽ വാക്ക്. സോ എനിക്ക് ബോധവൽക്കരണം താങ്കളുടെ ചാനലിലൂടെ പറയാൻ സാധിക്കുന്നതിന് തന്നെ എനിക്ക് താങ്കളുടെ ചാനലിനോടും താങ്കളോടും വലിയ നന്ദിയുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.